ഹായ് മുത്തുമണീസ്, എല്ലും കപ്പയും വീട്ടിലുണ്ടോ? ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിനു വേണ്ടി ക്ലീൻ ചെയ്ത കപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഉപ്പിട്ട് 3-4 വിസിലടിപ്പിക്കാം. അങ്ങനെ കപ്പ വെന്തു വന്നിട്ടുണ്ട്. അതിന് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കഴുകി വൃത്തിയാക്കിയ എല്ല് ഒരു കുക്കറിലേക്ക് ഇടാം. ഉള്ളി, ഉരുളക്കിഴങ്ങ്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചക്കായ, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടി വലിയ ജീരകം, ഉലുവ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. വെന്ത് വന്ന എല്ലിലേക്ക് തക്കാളി ഇടാം. കപ്പയും ഇട്ട് ഒരു വിസിലടിപ്പിക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. ചെറുകിയ തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇടാം. വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. വെന്ത് വന്ന കപ്പ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മല്ലിയില, കറിവേപ്പില, ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ സവാള, തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ കപ്പയും എല്ലുമുള്ള കറി റെഡിയായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്.